പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാൻ കളമൊരുങ്ങുന്നു. ഹോർമുസ് തുറക്കാനുള്ള ചർച്ചകളിൽ അന്തിമ ധാരണ ഉടനുണ്ടാകും. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള കരാറിനെക്കുറിച്ച് ഇറാനും ഖത്തറും ചർച്ചകൾ നടത്തി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിനോദ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനോദ്, പശ്ചിമേഷ്യൻ യുദ്ധം 6 മാസമായി നടക്കുകയാണ്. ഇപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയിലെത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു സമാധാന അന്തരീക്ഷത്തിന് കളമൊരുങ്ങുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പ്രത്യാശയ്ക്ക് വക നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രധാനമായും ഈ ഹോർമൂസിൻ്റെ അധികാരത്തെ ചൊല്ലിയായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. അവിടെ അമേരിക്ക ഒരു ആധിപത്യം സ്ഥാപിക്കാൻ എത്തിയപ്പോൾ അതിനെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നൊരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ഇറാനും ഒമാനുമായി ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. കാരണം ഹോർമൂസ് തുറക്കാം, അവിടെ മൈനുകൾ നീക്കം ചെയ്യാം. അവർ ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഇറാനോട് ആവശ്യപ്പെടുന്നത് ഈ മൈനുകൾ നീക്കം ചെയ്യാനാണ്. നേരത്തെ തന്നെ US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ പരിപൂർണമായി മൈനുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ധാരണ ആയിരിക്കുന്നു. മാത്രമല്ല, ഹോർമൂസിൻ്റെ അധികാരം ഒമാനും ഇറാനുമായി പങ്കിടും. അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന കാര്യം സജീവമായി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വരുമാനം ഇരു രാജ്യങ്ങളും തുല്യമായി പങ്കുവയ്ക്കും. ഇറാന് മാത്രമല്ല, ഒമാന് കൂടി തീരമുള്ള അല്ലെങ്കിൽ വലിയ സാന്നിധ്യമുള്ള ഒരു ഇടമാണ് ഹോർമൂസ്. അതുകൊണ്ട് തന്നെ ഈ ഒമാൻ്റെ ആവശ്യത്തിനെ തള്ളിക്കളയാൻ ഇറാന് കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സാമ്പത്തികമായി അമേരിക്ക ഇറാനെ വല്ലാതെ ഞെരുക്കുകയാണ്. ഈ സമയത്ത് ഹോർമൂസ് തുറക്കുക എന്നത് ഇറാൻ്റെ കൂടി ആവശ്യമാണ്. അവിടെയാണ് ചില പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നേരിട്ട് അവിടെ ഹോർമൂസിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ഒമാൻ വരുന്നതോടുകൂടി അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടും എന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ധാരണയെ പിന്തുണയ്ക്കാം എന്ന നിലയിലേക്ക് അമേരിക്കയും എത്തുകയാണ്. മാത്രമല്ല, ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇനി ഒരു ചർച്ചയ്ക്ക് ഇറാനുമായി ഒരു ചർച്ചയ്ക്കില്ല എന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ അവർ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഹോർമുസ് തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ അങ്ങനെ ഒരു ധാരണയിലെത്തിയെങ്കിൽ പോലും ഹോർമൂസ് തുറന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കപ്പലിനെ അവർ മുന്നറിയിപ്പ് നൽകുകയും ആ കപ്പലിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ ഇറാൻ പല ഘട്ടങ്ങളിൽ കപ്പലുകളെ ആക്രമിക്കുന്ന നിലയുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഘർഷത്തിലേക്ക് പോയത്. ഇവിടെയും നിർണായകമാകുന്നത് ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഇസ്രായേൽ ഈ ധാരണയെ അംഗീകരിക്കുമോ? പലപ്പോഴും ഈ സമാധാന കരാർ, സ്വിറ്റ്സർലൻഡ് കരാറൊക്കെ ഒപ്പിട്ട് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഹമാസിന് നേരെയൊക്കെയുള്ള ആക്രമണം അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടം കൊണ്ട് തന്നെ ആ കരാർ അവസാനിക്കുകയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുകയും ചെയ്തു. അതിനു മുൻപ് വെടിനിർത്തലുണ്ടായി ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നുപോയതോടുകൂടി ഇറാൻ പ്രകോപനത്തിൽ വന്ന് കപ്പലുകൾ ആക്രമിക്കുന്ന നിലയുണ്ടായി. അവിടെയും ചർച്ച പൊളിയുന്ന സാഹചര്യം. അതായത് സമാധാന ചർച്ചകൾ കരാർ ഒപ്പിടുകയും അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലെത്തുകയും ചെയ്യുകയും പിന്നീട് ഇസ്രായേലോ ഇറാനോ വെടിവെപ്പുമായി തൊട്ടടുത്ത ദിവസം തന്നെ രംഗത്ത് വരുന്ന അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. കാരണം ഒമാൻ്റെ തീരത്തു കൂടി കപ്പലുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഹോർമൂസിൽ ഇറാൻ്റെ സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇറാന് കൂടുതൽ ശക്തിയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു പാത സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്ക കൂടി അത് അംഗീകരിക്കുന്ന നിലയുണ്ടാകും. കാരണം ഇപ്പോഴുള്ള പരമ്പരാഗത പാതയ്ക്ക് പുറമെ മറ്റൊരു പാത കൂടി ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് കൂടി താല്പര്യമുള്ള കാര്യമായി മാറും. സ്വാഭാവികമായും ഈ യുദ്ധത്തിൽ ചെന്നുപെട്ട് ട്രംപും കുടുങ്ങിയിരിക്കുകയാണ്. ഈ യുദ്ധം അവസാനിച്ചാൽ അത് ട്രംപിനെ സംബന്ധിച്ചും ഒരു ഹിതപരിശോധന വരാൻ പോകുന്ന അമേരിക്കയിൽ ട്രംപിനെ സംബന്ധിച്ചും അത് ഗുണമുണ്ടാകുന്ന കാര്യമായി മാറും. അവിടെയും ഇസ്രായേലിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. നെതന്യാഹു ഇതിനോട് യോജിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ശരി, വിനോദാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്നത്.